എന്താ വാടാ ആലോചിച്ച് കൂട്ടുന്നേ? മണ്ടൻ തലയ്ക്കകത്ത് അടി ഇടിയും തൊഴിയും കൊള്ളുന്ന എന്തെങ്കിലും ഐഡിയ ആണോടാ? ഇന്നത്തോടെ കലങ്ങും അവളുടെ വയറ്റിനകത്തുള്ള കുഞ്ഞ്. എന്നെ ചതച്ചിട്ട് പോയ അവളുടെ കുഞ്ഞ് കലങ്ങിയിട്ട് പിന്നെ തിരിച്ചു വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞ് നടക്കുവാ. നാണമില്ലാത്തൊരുത്തൻ. യവനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? അവളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് യവന്റെ ചോരയിൽ ഒരു കുട്ടി ജനിച്ചു. യവന്റെ സ്വന്തം കുഞ്ഞ്. അതുകൊണ്ട് എന്താ ഇപ്പൊ അമ്മയ്ക്കും കുഞ്ഞിനും ഇവൻ ചെലവിന് കൊടുത്തോണ്ടിരിക്കുവല്ലേ? എടാ, കൃത്യമായിട്ട് പൈസ കൊടുക്കണേ, അല്ലെങ്കിൽ വീണ്ടും നീ അകത്താവും. ഇതൊക്കെ ഒന്ന് കഴിയട്ടെ. കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവളുടെ ഉയരെടുക്കാൻ. എടാ, അവളുടെ മഞ്ജുവിന്റെ ഒക്കെ സംരക്ഷണം ഒരർത്ഥത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന മാർക്കോയാ. അവൻ ചില്ലറ പുള്ളിയല്ലെന്ന് ഞങ്ങളെക്കാളും നന്നായിട്ട് നിനക്കറിയാം. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ മുന്നോട്ട് പോയില്ലെങ്കിൽ നിനക്ക് ഈ നാട്ടിൽ പോലും ജീവിക്കാൻ പറ്റത്തില്ല. അവനേക്കാൾ നീളോ മണ്ണോ നിനക്കുണ്ട്, പക്ഷേ ആരോഗ്യം ബുദ്ധി അവനാ. അതോർമ്മ വേണം. അച്ഛാ, അവനൊരു കുഴപ്പമുണ്ട്. അവനെ ഇരട്ടച്ചങ്കന. ബോംബ് ഒളിപ്പിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചാലും അവൻ അങ്ങോട്ട് വരും, അത് പൊട്ടിത്തെറിച്ച് മരിക്കാൻ. അങ്ങനെയുള്ളവനെ കൊല്ലാൻ എളുപ്പമല്ല ചാ. അങ്ങനെയുള്ളവര് കൊല്ലാനും മിടുക്കന്മാരായിരിക്കും. അതും കൂടെ ഓർമ്മ വേണം. ഇതുവരെ അവന്റെ രോമത്തിൽ പോലും തൊടാൻ നിനക്കൊന്നും ആയിട്ടില്ല. കൈ തോക്കുണ്ടായിട്ട് അതുപോലും അവന്റെ നേരെ മര്യാദക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാ വെറുതെ വാല പഠിക്കുന്നത്. പിന്നെ ഇനി നിന്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നീ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നതാടാ മോനെ നല്ലത്. ഇവിടെയൊക്കെയാണ് എന്റെ അപ്പച്ചിക്ക് നന്ദി പറയേണ്ടത്. കല്യാണത്തിന് മുമ്പ് എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നെന്നും അതിലൊരു കുഞ്ഞുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും അപ്പച്ചി എന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇപ്പോഴും അവരുടെ ആഗ്രഹം അവരുടെ മോളെ ഞാൻ കൂട്ടിക്കൊണ്ട് വരണമെന്നാ. അതിന്റെ പേരാണ് സ്നേഹം. അത് സ്നേഹം അല്ലടാ. അവള് ഊരും പേരും ഇല്ലാത്ത ഒരുത്തനൊപ്പം പോയ ശേഷം അവളുടെ സകല മാനവും പോയി. ഇനി അത് എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനാ അവള് നോക്കുന്നത്. നോക്കി നോക്കി അവസാനം അവളും മഞ്ജുവിനെ സ്നേഹിച്ചു തുടങ്ങുന്നു പറയാൻ പറ്റത്തില്ല. എത്രയൊക്കെ ആയാലും സ്വന്തം മോളാ. അത് ഓർമ്മ വേണം എല്ലാവർക്കും.